ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ പതിപോലെ കിച്ചണിലെ ജനലുകളൊക്കെ അങ്ങ് തുറന്നിട്ടെ. രാവിലെ തന്നെ മോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ജനൽ തുറക്കേണ്ട താമസം ഇക്കുപൂച്ച ചാടി അങ്ങ് അകത്ത് കയറുവേ. ഇതിപ്പോൾ ആശാട്ടിയുടെ സ്ഥിരം പണിയാണ് ഇതിലേക്കൂടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കിന് സ്ലാവിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ടേ. ഞാൻ പിന്നെ എനിക്കുള്ള ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ചുകൊണ്ട് മുറ്റത്തോട്ട് അങ്ങ് ഇറങ്ങിയേ. രാവിലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ വെയിലിന് ഇവിടെ നിന്ന് കുറേ പോച്ചയൊക്കെ പിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് സീതപ്പഴം ഒന്നും പഴുത്തിട്ടില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ, കാടൊന്നുമല്ലേ. മഴയായിട്ട് മുറ്റത്തെല്ലാം പോച്ച കയറി കിടക്കുവാണ്. ഇനി മഴയത്ത് എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാകത്തതില്ല. ഇനി വെയിൽ തെളിഞ്ഞിട്ട് വേണം ആളിനെ നിർത്തി വൃത്തിയാക്കിയെടുക്കാനും. പിന്നെ പേരമരത്തിൽ കുറേയേറെ പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അങ്ങ് പിച്ചി എടുക്കാമെന്ന് വെച്ചു. ഒരു പേരയ്ക്ക പിച്ചിയപ്പോൾ അതിൽ നിറയെ പുഴുവായിരുന്നു. അതുകൊണ്ട് അതങ്ങ് കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള പേരയ്ക്കകളെല്ലാം അങ്ങ് പിച്ചി എടുത്തിട്ടുണ്ട്. കുറേ പേരയ്ക്ക ഉണ്ടായിരുന്നു. ഇത്രയും പേരയ്ക്കയാണ് ഇന്ന് പേരമരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പേരയ്ക്കെല്ലാം പിച്ചി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല വിശപ്പായി. പിന്നെ ദോശയും കടലക്കറിയൊക്കെ അങ്ങ് റെഡിയാക്കി കഴിച്ച് അങ്ങനെ ഇക്കുപൂച്ചയ്ക്ക് ഒരു ദോശയൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. നോക്കുമ്പോൾ ഇക്കുവിൻ്റെ മക്കളും മുറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളേ.